കവി പ്രഭാവർമ്മയ്ക്ക് സരസ്വതി സമ്മാൻ പുരസ്കാരം നൽകി. തിരുവനന്തപുരം ടാഗോർ തിയേറ്ററിൽ നടന്ന പ്രഭാസന്ധ്യ എന്ന ചടങ്ങിൽ ജ്ഞാനപീഠ ജേതാവ് ഡോക്ടർ ദാമോദർ മൗജോ പുരസ്കാരം സമ്മാനിച്ചു. രാഷ്ട്രീയ സാംസ്കാരിക രംഗത്തെ പ്രമുഖർ ചടങ്ങിലുണ്ടായിരുന്നു. ഡൽഹിയിൽ മാത്രം നടന്നിരുന്ന സരസ്വതി സമ്മാൻ സമർപ്പണത്തിന് ആദ്യമായാണ് കേരളം വേദിയാകുന്നത്. പുരസ്കാര ജേതാവ് പ്രഭാവർമ്മയുടെ അഭ്യർത്ഥന കൂടി കണക്കിലെടുത്താണ് സംഘാടകരായ കെ ബിർള ഫൗണ്ടേഷൻ ടാഗോർ തിയേറ്ററിൽ ചടങ്ങ് സംഘടിപ്പിച്ചത്. ജ്ഞാനപീഠ ജേതാവ് ഡോക്ടർ ദാമോദർ മൗജോ പ്രഭാവർമ്മയ്ക്ക് പുരസ്കാരം നൽകി ആദരിച്ചു. ഗായകൻ KJ യേശുദാസ്, ചലച്ചിത്രതാരം മോഹൻലാൽ എന്നിവർ ഓൺലൈനിൽ ആശംസകൾ അറിയിച്ചു. മലയാളികൾക്ക് അഭിമാനിക്കാവുന്ന ഒരു ഉയർന്ന സമ്മാനമാണ് ഇന്ന് നമ്മുടെ പ്രിയപ്പെട്ട പ്രഭാവർമ്മ അവർക്ക് ലഭ്യമായിരിക്കുന്നത്. ഈ സന്തോഷം, ഈ അഭിമാനം മലയാളികളുടെ സന്തോഷവും അഭിമാനവുമാണ്. സരസ്വതി സമ്മാൻ പുരസ്കാര ജേതാവാകാൻ കഴിഞ്ഞതിൽ സന്തോഷമെന്നും നാട്ടിൽ വെച്ച് സ്വീകരിക്കാൻ കഴിഞ്ഞത് അഭിമാനകരമായ നിമിഷമെന്നും പ്രഭാവർമ്മ. ഏതാണ്ട് ഇവിടെ സൂചിപ്പിക്കപ്പെട്ടു, എഴുത്തിൻ്റെ ഒരു അരനൂറ്റാണ്ട് പൂർത്തിയാക്കിയിരിക്കുകയാണ് ഞാൻ. 50 വർഷങ്ങൾ എന്ന് പറയുന്നത് ചെറിയ ഒരു ഘട്ടമല്ല. ഈ അരനൂറ്റാണ്ട് കൊണ്ട് കുറച്ചൊക്കെ എഴുതി. ഇന്ന് ഇവിടെ ഈ വേദിയിൽ വന്ന് നിന്നുകൊണ്ട് തിരിഞ്ഞു നോക്കുമ്പോൾ എവിടെയോ നിന്ന് ആരൊക്കെയോ എന്നോട് പറയുന്നു എന്ന് തോന്നുകയാണ്, ചെയ്തതെല്ലാം ഒന്നും പാഴായിപ്പോയിട്ടില്ല എന്ന്. ഞാനും അത് വിശ്വസിക്കാനാണ് ആഗ്രഹിക്കുന്നത്. ഇവിടെ കെ ബിർള ഫൗണ്ടേഷൻ്റെ ഈ സരസ്വതി സമ്മാനം ലഭിക്കുമ്പോഴായാലും കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ പുരസ്കാരം ലഭിക്കുമ്പോഴായാലും ഒക്കെ തീർച്ചയായും അത് മനസ്സിന് വളരെയേറെ സന്തോഷം പകർന്നു തരുന്നുണ്ട്. പുരസ്കാര സമർപ്പണത്തിന്റെ മുന്നോടിയായി കെ ബിർള ഫൗണ്ടേഷനുമായി ചേർന്ന സ്വരലയ, കേരള മീഡിയ അക്കാദമി, വയലോപ്പള്ളി സംസ്കൃതി ഭവൻ, ഭാരത് ഭവൻ, ലളിതകലാ അക്കാദമി എന്നിവർ 3 ദിവസം നീണ്ടു നിൽക്കുന്ന പരിപാടികൾ സംഘടിപ്പിച്ചിരുന്നു. ഇന്നലെ വൈകിട്ട് നടന്ന സമാപന ചടങ്ങിൽ പുരസ്കാര സമർപ്പണത്തിനൊപ്പം പ്രഭാവർമ്മ എഴുതിയ പുതിയ പുസ്തകങ്ങളുടെ പ്രകാശന ചടങ്ങ് നടന്നു. ബിർള ഫൗണ്ടേഷൻ പ്രതിനിധി സുരേഷ് ഋതുപർണ, മുൻ ചീഫ് സെക്രട്ടറി കെ ജയകുമാർ, ഡോക്ടർ ബി സന്ധ്യ, മന്ത്രി വി ശിവൻകുട്ടി, ദിവ്യ അയ്യർ IAS തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. 24 തിരുവനന്തപുരം.